നമസ്കാരം. കേറ്ററ്റ് കാറ്റഗറി 3 അതിന് 3 പേപ്പറാണുള്ളത്. പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3. അപ്പൊ അതിൽ പേപ്പർ 1 എന്ന് പറയുമ്പോൾ അഡോളസെന്റ് സൈക്കോളജിയാണ്, പിന്നെ തിയറീസ് ഓഫ് ലേണിംഗ് ഉണ്ട്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. ഈ 3 വിഷയങ്ങളാണ് 40 മാർക്കിന് ചോദിക്കുന്നത്. അപ്പൊ എന്തായാലും ഞാൻ ഇന്ന് പറയുന്നത് എന്നാന്ന് പറഞ്ഞാൽ കേറ്ററ്റ് കാറ്റഗറി 3 പേപ്പർ 1 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തപ്പോൾ, പ്രത്യേകിച്ച് 2021 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തപ്പോൾ അതിലെ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. മെയ് 2021 വിച്ച് എമംഗ് ദ ഫോളോയിങ് പെയർസ് ഈസ് ഇൻകറക്റ്റ്. ഇങ്ങനെ ഒരു ചോദ്യം 4 ഓപ്ഷനും തന്നിട്ടുണ്ട്. അപ്പം വിച്ച് എമംഗ് എന്ന് പറഞ്ഞ ഇടയിൽ, തന്നിട്ടുള്ളതിൽ, വിച്ച് എമംഗ് ദ ഫോളോയിങ് തന്നിട്ടുള്ളതിൽ, പെയർ ജോഡി, ഈസ് ഇൻകറക്റ്റ് തന്നിട്ടുള്ളതിൽ തെറ്റായ ജോഡി ഏത്? നോക്കുമ്പോൾ ഓപ്ഷൻ എ ഹയറാർക്കി ഓഫ് ലേണിംഗ് ഗാഗിനെ, ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ് സ്കിന്നർ, പസിൽ ബോക്സ് തൊണ്ടേക്ക്, ഡിസ്കവറി ലേണിംഗ് കർട്ട്ലെവിൻ. ഉത്തരം ഏതാണ്? അപ്പൊ ഉത്തരം നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ പഠിച്ച സിദ്ധാന്തങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഉത്തരം വന്നിട്ടുണ്ട് ഡിസ്കവറി ഓഫ് ലേണിംഗ് കർട്ട്ലെവിൻ. അപ്പൊ നമുക്കൊരു സംശയം വരും, ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നത് കർട്ട്ലെവിന്റെ ആണോ? അല്ല, അല്ലാത്തത് കൊണ്ടാണ് ഇൻകറക്റ്റ് എന്ന് തന്നിരിക്കുന്നത്. എളുപ്പം എന്താ, ഈ 3 എണ്ണം ശരിയാ. ഹൈറാർക്കി ഓഫ് ലേണിംഗ് ഗാഗിനെ ശരിയാണ്, ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ് സ്കിന്നർ ശരിയാണ്, പസിൽ ബോക്സ് തൊണ്ടേക്കിന്റെ ശരിയാണ്. അപ്പൊ ഇത്രയും 3 ഒരു ചോദ്യം പഠിക്കുന്നതിൽ നിന്ന് നമുക്ക് 4 കാര്യങ്ങൾ മനസ്സിലായി. ഒന്ന്, കർട്ട്ലെവിന്റെ നല്ല ഡിസ്കവറി ലേണിംഗ് എന്നുള്ളത് മനസ്സിലായി. ബാക്കി ഈ 3 എണ്ണത്തിന്റെ ചോദ്യവും ഉത്തരവായിട്ട് നമുക്ക് പഠിക്കാം. പരീക്ഷയ്ക്ക് ഇനി അടുത്ത പരീക്ഷയ്ക്ക് ഹൈറാർക്കി ഓഫ് ലേണിംഗ് ആരുടേതാണ് എന്ന് ചോദിച്ചുകൂടായികയില്ല. അപ്പോ ഡിസ്കവറി ഓഫ് ലേണിംഗ് കർട്ട്ലെവിന്റെ അല്ലെങ്കിൽ പിന്നെ ആരുടെയാ? അപ്പൊ ഡിസ്കവറി ലേണിംഗ് ജെറോം ബ്രൂണറുടേതാണ്. അതുപോലെ ഫീൽഡ് തിയറി അഥവാ ക്ഷേത്ര സിദ്ധാന്തം അതാണ് കർട്ട്ലെവിന്റേത്. കണ്ടോ? അപ്പം ഇത് നമ്മൾ പഠിച്ചു. ശരി, കേറ്ററ്റിന് ഇനിയിപ്പോ ഈ ഡിസംബറിൽ എക്സാം ഉണ്ട്. അപ്പൊ പഠിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നന്നായിട്ട് പഠിക്കണം. പിന്നെ വാരി വലിച്ച് പഠിക്കരുത്. ഉദാഹരണം ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞു തരികയാണെങ്കിൽ, ഞാനാണെങ്കിൽ ഹൈറാർക്കി ഓഫ് ലേണിംഗ് ഗാഗിനെ, എന്തായാലും ഗാഗിനെ പറ്റി ചോദ്യം വരും. കാര്യം ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പരിശോധിച്ചപ്പോൾ ഗാഗിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാനത് ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും എനിക്ക് മനസ്സിലായി, ഹൈറാർക്കി ഓഫ് ലേണിംഗ് പഠിക്കുന്നുണ്ട്, ഒരു നഷ്ടമില്ല. നോക്കൂ, എന്താണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്? ഗാഗിനയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് ആണ് പഠിക്കുന്നത്. ഗാഗിനെ ഇവിടെ എന്നുള്ളതിനാണ് അപ്പോസ്ട്രോഫീസ് കൊടുത്തിരിക്കുന്നത്. ഗാഗിനയുടെ പഠനശ്രേണി എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ പഠനത്തിന്റെ ക്രമീകരണ ശ്രേണി എന്ന് പറയാം. എന്തായാലും ഇംഗ്ലീഷിലാ ക്വസ്റ്റ്യൻ. ഗാഗിനീസ് ഹൈറാർക്കി ഓഫ് ലേണിംഗ്. അപ്പൊ ഹൈറാർക്കി ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന പഠന സിദ്ധാന്തം ആരുടേതാണ്? ഗാഗിനയുടേതാണ്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം വരും, ആരാ ഈ ഗാഗിനെ? ഗാഗിനയുടെ സിദ്ധാന്തം നമുക്ക് മനസ്സിലായി. എന്നാ പിന്നെ ആ സിദ്ധാന്തം എന്താണ്? അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ടേ? ജസ്റ്റ് ഒന്ന് നോക്കിക്കളയാം. ആരാണ് ഗാഗിനെ? ഗാഗിനയുടെ മുഴുവൻ പേര് റോബർട്ട് മിൽസ് ഗാഗിനെ എന്നാണ്. പിന്നെ ജീവിതകാലം പരീക്ഷയ്ക്ക് ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷേ കാലഘട്ടം അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ബ്രൂണർ, സ്കിന്നർ, പിയാഷെ ഇവരൊക്കെ സ്ഥിരം തിരിഞ്ഞും മറിഞ്ഞും ചോദിക്കുന്നവരാ. അപ്പൊ അത് അറിഞ്ഞിരിക്കുന്നതല്ല. റോബർട്ട് മിൽസ് ഗാഗിനയുടെ ജീവിതകാലം 1916 2002. അപ്പൊ അതായത് 1916 ജനിച്ചിട്ട് മിസ്റ്റർ ഗാഗിനെ 2002 മരിച്ചു. അമേരിക്കക്കാരനാ, വ്യവഹാരവാദിയാ, മീൻസ് ബിഹേവിയറിസ്റ്റ് ആണ്. നിങ്ങൾക്ക് ബിഹേവിയറിസം പഠിക്കണം, വ്യവഹാര പഠനം പഠിക്കാനുണ്ട്. അപ്പം ആ ഒരു വ്യവഹാര പഠനം ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ് ഗാഗിനെ. അപ്പൊ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ അമേരിക്കൻ എഡ്യൂക്കേറ്റർ, വിദ്യാഭ്യാസ വിചക്ഷണനാണ്, ആൻഡ് സൈക്കോളജിസ്റ്റ്. ഇതെല്ലാം നമ്മുടെ ഗാഗിനെയാണെന്ന് മനസ്സിലായി. ഗാഗിനയുടെ ഫുൾ നെയിമും മനസ്സിലായി. ഗാഗിനെ എന്ന് പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് റോബർട്ട് ഗാഗിനെ എന്നോ അല്ലെങ്കിൽ റോബർട്ട് എം ഗാഗിനെ എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ ഒരാളാണെന്ന് മനസ്സിലാക്കണം. അതിനാണ് നമ്മൾ പൂർണ്ണമായ പേര് നമ്മൾ പഠിക്കുന്നത്. ഇത് നോക്കിയാൽ എന്താണ് ഗാഗിനെ പറയുന്നത്? അപ്പൊ മിസ്റ്റർ ഗാഗിനെ പറയുന്നത്, ഒരു കുട്ടി ജനിക്കുക, ശരി, ആ ജനിക്കുന്നത് തൊട്ട് ആ കുട്ടിയിൽ നടക്കുന്ന പഠന പ്രക്രിയ. അപ്പൊ നിങ്ങൾക്ക് തോന്നും, സാറേ എന്തോ കുട്ടി ഇറങ്ങി വന്നു, അമ്മയുടെ വയറ്റിൽ നിന്ന് കുട്ടി ഇറങ്ങി വന്നു, ഹലോ ഹായ് എന്ന് പറഞ്ഞ് ഷേക്കാൻഡ് കൊടുത്തിട്ടാണോ വരുന്നത്? അല്ല. പിന്നെ എന്താ, സ്കൂളിൽ കൊണ്ട് നമ്മൾ ചേർക്കുവോ? ഇല്ല. പിന്നെ പഠന പ്രക്രിയ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ? അതല്ല ഉദ്ദേശിച്ചത്. ഒരു കുട്ടി അത് ജനിച്ച് വീണതിന് ശേഷം അത് ഒബ്സർവ് ചെയ്യുന്നുണ്ടല്ലോ. അതിന്റെ ആ ഓരോ കാലഘട്ടം, ആ വളർച്ചയുടെ കാലഘട്ടം, അതിന്റെ സ്റ്റേജിൽ അത് ഓരോന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ പഠിച്ചുകൊണ്ടിരിക്കുക. ചില ആളുകളൊക്കെ നിങ്ങളോട് ചോദിക്കാനുണ്ടാവും,
പഠിത്തമൊക്കെ കഴിച്ചില്ലേ, ഇതുവരെ പഠിത്തമൊന്നും കഴിഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കും. അത് ഈ വിവരമില്ലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. കാരണം എന്നാ, ഒരു മനുഷ്യനും പഠിച്ചു തീരുന്നില്ല. അവൻ ജനിക്കുന്നത് തൊട്ട് മരിക്കുന്നത് വരെയും ഓരോരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. അതെല്ലാം പഠന പ്രക്രിയയാണ്. അപ്പൊ വളരെ വൈഡായിട്ടാണ് ഗാഗിനെ അത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു രഹസ്യം പറഞ്ഞു കഴിഞ്ഞാല്, ഗാഗിനെ അങ്ങ് സർവജ്ഞനാണെന്നോ ഗാഗിനെ പറയുന്നതെല്ലാം ശരിയാണെന്നോ പഠിക്കാനല്ല നമ്മളിത് പഠിക്കുന്നത്. BEdന് പഠിക്കാനുണ്ട്, KTETന് പഠിക്കാനുണ്ട്, ഇതുപോലെ ഒരുപാട് എഡ്യൂക്കേറ്റേഴ്സിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ശരി, അപ്പൊ ആ പഠിക്കാനുണ്ടെങ്കിൽ ആ മനുഷ്യൻ എന്തു പറഞ്ഞു, ഗാഗിനെ എന്ന് പറയുന്ന മനുഷ്യൻ എന്തു പറഞ്ഞു, അത് മാത്രം ഉൾക്കൊണ്ട് വെക്കുക. അല്ലാതെ അന്ധമായിട്ട് അദ്ദേഹത്തെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. ഒന്നിലും അന്ധമാവാതെ ഗാഗിനെ ആരാണ്, ഗാഗിനെ എന്താണ് പറയുന്നത് മനസ്സിലാക്കി വെക്കുക. പരീക്ഷയ്ക്ക് പഠിക്കാനും മാർക്ക് വാങ്ങിക്കാനും വളരെ നല്ലത് അതാണ്. ഓക്കെ, എന്താണ് ഗാഗിനെ പറയുന്നത്? ഗാഗിനയുടെ അഭിപ്രായത്തിൽ, നമ്മുടെ അഭിപ്രായത്തിലല്ല, എന്റെ അഭിപ്രായത്തിലും അല്ല, ഒരു കുട്ടി ജനിക്കുമ്പോൾ മുതൽ ആ കുട്ടിയിൽ നടക്കുന്ന പഠന പ്രക്രിയയെ 8 സ്റ്റേജുകളിലായിട്ട് തിരിക്കാൻ കഴിയുമെന്ന് പറയും. ഈ 8 സ്റ്റേജുകളിലാണ് കുട്ടിയുടെ പഠന കാലഘട്ടം കടന്നു പോകുന്നത്. ഓക്കെ, അപ്പൊ 8 സ്റ്റേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നിന്ന് ഓരോന്ന് ഐഡന്റിഫൈ ചെയ്ത് ഈ കുട്ടി എന്ത് ചെയ്യാണ്, ഏറ്റവും മികച്ച രീതിയിലുള്ള പഠന പ്രക്രിയയുടെ ടോപ്പ് ലെവലിലേക്ക് എത്തുകയാണ്. അപ്പൊ ഇതാണ് നമ്മളിപ്പോ പഠിക്കുന്നത്. ഓക്കെ, നോക്കൂ, ഏതൊക്കെയാണ് ഗാഗിനെ പറയുന്ന 8 സ്റ്റേജുകൾ? ഇത് നമുക്ക് പഠിക്കണം. പഠിക്കുന്നതിന് മുമ്പേ ഓരോരുത്തർക്കും ഓരോന്നിനെ കുറിച്ച് ഓരോ കാഴ്ചപ്പാടുണ്ട്. പഠനം എന്ന് പറയുന്ന പ്രക്രിയയെ കുറിച്ചല്ലേ ഗാഗിനെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഗാഗിനയുടെ മനസ്സിൽ പഠനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ പഠിക്കണം. അപ്പൊ അദ്ദേഹം പഠനം അഥവാ ലേണിംഗ് എന്നതുകൊണ്ട് പറയുന്നത്, ഗാഗിനെ ഡിഫൈൻഡ് ലേണിംഗ് ആസ് എ ചേഞ്ച് ഇൻ ഹ്യൂമൻ ഡിസ്പോസിഷൻ ഓർ കപ്പാസിറ്റി which can be retained and which is not simply ascribable to the process of growth. ഇങ്ങനെയാണ് നമ്മുടെ ഗാഗിനെ പറയുന്നത്. അതിന്റെ മലയാളം വെണ്ടക്ക അക്ഷരത്തിൽ താഴെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. പഠനം എന്ന് പറയുന്നത് വളർച്ചയുടെ മാത്രം ഭാഗമല്ല, അത് നമ്മുടെ മാനുഷികമായ മനോഭാവത്തിലോ ശേഷിയിലോ ഉള്ള ഒരു മാറ്റമാണ്. വെറുതെ വായിച്ച് തള്ളാനല്ല, നമ്മുടെ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കണം ഇത് ശരിയാണോ. പഠനം എന്ന് പറയുന്നത് വളർച്ചയുടെ മാത്രം ഭാഗമല്ല. വളർന്നില്ലെങ്കിലും നമ്മൾ പഠിക്കും. ഇപ്പൊ വളർച്ച മുരടിച്ച് പോയ ഒരു വ്യക്തിയായി പോയി, വളർച്ചയില്ല എങ്കിൽ പോലും അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ആ ബുദ്ധി വളരുന്നുണ്ടല്ലോ. അപ്പൊ എന്തായാലും പഠനം എന്ന് പറയുന്നത് വളർച്ചയുടെ മാത്രം ഭാഗമല്ല, അത് മാനുഷിക മനോഭാവം എന്ന് മതി. എന്നാലും മാനുഷികം എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് എടുത്തു പറയുന്നുള്ളതേ ഉള്ളൂ. മനോഭാവം, നമ്മുടെ മനോഭാവത്തിലോ ശേഷിയിലോ ഉള്ള ഒരു മാറ്റമാണ്. അത് ശരിയാ, നമ്മൾ ഓരോരോ തട്ടിൽ പഠിച്ച് മുന്നോട്ട് പോകുന്നതിനനുസരിച്ചുള്ള നമ്മുടെ ആ ഒരു പേഴ്സണാലിറ്റിയുടെ ചേഞ്ച് ഒക്കെ വ്യത്യാസം വരും. നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയണം എന്നൊക്കെ വരും. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു GK ഒക്കെ അറിയാന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടി പഠിച്ചാൽ കൊള്ളാം, അത് ആരാ, അല്ലെങ്കിൽ പുതിയൊരു ഇപ്പൊ ന്യൂസിലാൻഡിന്റെ പ്രധാനമന്ത്രി പുതിയൊരാൾ വരുന്ന പറഞ്ഞാൽ അതെന്താ എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അതാണ്. അപ്പൊ മനോഭാവത്തിലോ ശേഷിയിലോ ഉള്ള ഒരു മാറ്റമാണ് പഠനം എന്നതുകൊണ്ട് നമ്മുടെ ഗാഗിനെ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ പഠന പ്രക്രിയയെ, അതായത് പരീക്ഷയ്ക്ക് ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിക്കാം, പഠന പ്രക്രിയയെ അവയുടെ സങ്കീർണത അനുസരിച്ച്, കോംപ്ലക്സിറ്റി അനുസരിച്ച് ഗാഗിനെ എത്രയായി തിരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഗാഗിനയുടെ പഠന ശ്രേണിയിലെ 8 സ്റ്റേജുകൾ ഏതൊക്കെയാണ് എന്നാണ്. അപ്പൊ അത് 8 ആയിട്ട് തിരിച്ചിട്ടുണ്ട് അദ്ദേഹം. അത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇത് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് വായിക്കാവുന്നതല്ലേ ഉള്ളൂ. There are 8 types of learning arranged in a hierarchical order, beginning with the simple form and end with the complex form. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് ലളിതമായതിൽ നിന്ന് സങ്കീർണമായതിലേക്ക് ഒരു പഠന ശ്രേണി ഗാഗിനെ ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കത് എന്താണെന്ന് നോക്കാം. ഇത് വ്യക്തമാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക്. സ്ക്രീനില് നോക്കൂ, ഗാഗിനേസ് ഹൈറാർക്കി ഓഫ് ലേണിംഗ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട്. ഇൻക്രീസിങ് കോംപ്ലക്സിറ്റി എന്നാ പറയുന്നത്. മീൻസ് സങ്കീർണത കൂടി വരുന്നു മുകളിലോട്ട് പോകും തോറും. ഇതാണ് സത്യത്തിൽ ഒന്നാമത്തെ സ്റ്റെപ്പ്. 1, 2, 3, 4, 5, 6, 7, 8. ഇതിൽ 1, 2, 3, 4 വരെ വരുമ്പോൾ ഈ 4 കാര്യങ്ങൾ, 1, 2, 3, 4 കാര്യങ്ങൾ ബിഹേവിയറൽ ആസ്പെക്റ്റും, 5 മുതൽ
5, 6, 7, 8 5 മുതൽ 8 വരെ കോഗ്നിറ്റീവ് ആസ്പെക്റ്റിലുമാണ് അദ്ദേഹം ആ സിദ്ധാന്തത്തെ കണ്ടിരിക്കുന്നത്. അതിനി അങ്ങോട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഞാൻ ഈ പേരുകളൊന്ന് പറയാം. ആദ്യം സിഗ്നൽ ലേണിംഗ്. സിഗ്നൽ ലേണിംഗ് എന്ന് പറയുമ്പോൾ ആദ്യം കൊച്ചു ജനിച്ച് വീഴുമ്പോൾ പിന്നെ അതിനൊരു ബോധമൊക്കെ വെക്കുന്ന സമയത്ത് സിഗ്നൽസ് അതെന്താന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഈ സിഗ്നൽ ലേണിംഗ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് കൂട്ടി ചെയ്യുന്നത് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് സൈക്കോ മോട്ടോർ കണക്ഷൻ ലേണിംഗ് വരുന്നത്. അത് കഴിഞ്ഞ് വെർബൽ അസോസിയേഷൻ ലേണിംഗ് വരും, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് വരും, കോൺസെപ്റ്റ് ലേണിംഗ് വരും, പ്രിൻസിപ്പിൾ ലേണിംഗ് വരും, ലാസ്റ്റ് പ്രോബ്ലം സോൾവിങ്ങിൽ വരെ എത്തും. അപ്പോൾ ഈ 8 സ്റ്റേജിൽ പഠിക്കണം. ഇതിന് എന്തെങ്കിലും ക്ലൂ ഉണ്ടോ അല്ലെങ്കിൽ എളുപ്പപ്പണി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയത് കുറെ എളുപ്പപ്പണിയിൽ നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ അതിനെക്കുറിച്ച് മാത്രമേ നമ്മൾ ഓർത്തിരിക്കുകയുള്ളൂ. ഇതിന്റെ സത്യാവസ്ഥ കൈവിട്ടു പോകും. ഗാഗനെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് പറയുന്നത്. പഠനം എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹവും വലിയ ഭാഗ്യവും ഉള്ളൊരു വസ്തുതയാണ്. ആ പഠന പ്രക്രിയയെ 8 തലങ്ങളിലാക്കി ഗാഗനെ തിരിക്കുമ്പോൾ അത് സത്യസന്ധമായി നമുക്ക് ആ ലളിതമായതിൽ നിന്ന് സങ്കീർണതയിലേക്ക് പോകുന്ന ആ 8 സ്റ്റേജ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ശരിയായ കാര്യം. ആ മനസ്സിലാക്കിയതിന് ശേഷം എന്തെങ്കിലും ഒരു എളുപ്പപ്പണി കിട്ടിയാൽ വളരെ നല്ലത്. ആദ്യം മനസ്സിലാക്കുക, അല്ലാതെ ആദ്യമേ എളുപ്പപ്പണിയിലേക്ക് പോകരുത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം സിഗ്നൽ ലേണിംഗ് ആയിരിക്കും പറയുന്നത്, അതിനുശേഷമായിരിക്കും സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് പറയുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയും, ശ്രദ്ധിക്കുക കേട്ടാ. സിഗ്നൽ ലേണിംഗിന്റെ മലയാളം സംജ്ഞാ പഠനം എന്നാണ്. The individual learns to make a general emotional response to a signal or stimulus എന്നാണ് അതിന്റെ ഇംഗ്ലീഷ്. ഒരു സിഗ്നലിനോ ഉത്തേജനത്തിനോ പൊതുവായ ഒരു വൈകാരിക പ്രതികരണം നടത്താൻ കുട്ടി പഠിക്കുന്നു. മീൻസ് an infant എന്ന് പറഞ്ഞ ശിശു, an infant smile at the sight of its mother. അമ്മയെ കാണുമ്പോൾ കുട്ടി ചിരിക്കും, ഒരു ബലൂണ് കാണുമ്പോൾ കുട്ടി ചിരിക്കും, എന്തെങ്കിലും പറക്കുന്നത് കണ്ടാൽ കുട്ടി ചിരിക്കും. നമ്മൾ തന്നെ വിചാരിക്കുകയാണ് ഇയാൾക്ക് ചിരിക്കാൻ മാത്രം ഇവിടെ എന്താ ഉള്ളത്. നമ്മളൊക്കെ ആ ഒരു പ്രായം കഴിഞ്ഞ് ഈ ഒരു ചെറുപ്പമായി എന്നുള്ളൊരു സ്റ്റേജിലേക്ക് വരുമ്പോ നമുക്കിതൊക്കെ കാണുമ്പോൾ ചിരി വരുന്നില്ല. കാരണം എന്താ, ആ നിഷ്കളങ്കതയും ചിരിയൊക്കെ മാഞ്ഞു പോയി. ഇപ്പൊ അതൊന്നും ഇല്ല. ഇപ്പൊ ചിരിക്കുന്നത് കണ്ടാൽ ചോദിക്കും അവൻ എന്തോ കുഴപ്പമുണ്ട് എന്ന് പറയും. ആ ഒരു അവസ്ഥയിലാ നമ്മുടെ ഈ കാലങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ ഇൻഫന്റ് സ്മൈൽ, ഇൻഫന്റ് കുട്ടി വളരെ നിഷ്കളങ്കമായിട്ടാണ് ചിരിക്കുന്നത്. പക്ഷെ ആ കുട്ടി എന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്യാതെ ചിരിക്കുവോ? ഐഡന്റിഫൈ ചെയ്തിട്ടായിരിക്കും ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മറ്റൊന്നും കാണുന്നത് പോലെ അല്ല സ്വന്തം അമ്മയെ കാണുമ്പോൾ ചിരിക്കുന്നത്. അതൊരു പ്രത്യേകതയാണ്. ആ അമ്മയാണ് തന്നെ സംരക്ഷിക്കുന്നതെന്നും ഈ അമ്മയുടെ അടുത്ത് നിന്നാലേ പാപം കിട്ടത്തോളെന്നും ഈ കൊച്ചിനറിയാം. അതുകൊണ്ടാണ് an infant smile at the sight of its mother എന്ന് പറഞ്ഞിരിക്കുന്നത്. സിഗ്നൽ ലേണിംഗ് is the simplest form of learning. പഠന പ്രക്രിയയിലെ ഏറ്റവും ആദ്യത്തെ കാര്യമാണ് ഈ സിമ്പിൾ അഥവാ സിഗ്നൽ ലേണിംഗ് എന്ന് പറയുന്നത്. ഒരടയാളം എല്ലാത്തിനും. ഇനി ഇതിന്റെ വേറൊരു വേർഷനൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒന്നും അറിയാതെ ഇപ്പം ഡിഗ്രി ഒക്കെ പഠിച്ച ഒരാളാണ് വെക്കുക. ഡിഗ്രി എല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു പുതിയ കോഴ്സിന് ചെന്ന് ചേരുമ്പോൾ അതെന്താ ഏതാന്ന് പോലും അറിയാത്തൊരു കോഴ്സ് നമ്മൾ ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുത്ത് അതിനകത്ത് കയറാന്ന് വെച്ചോ. ഈ കയറി കഴിയുമ്പോൾ ആദ്യം സത്യത്തിൽ നമ്മൾ പഠിക്കുന്ന സിഗ്നൽ ലേണിംഗ് ഓരോരോ അടയാളങ്ങളാണ്. ഒരു പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും നമ്മൾ ചെന്ന് കയറുക. വിദേശത്തുള്ള ഒരു സ്ഥലമാണെന്ന് സങ്കല്പിക്കുക. അവിടെയുള്ള ഓരോന്നും കണ്ട് നമ്മൾ മനസ്സിലാക്കും. ചിലത് നമ്മളെ അട്രാക്ട് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ചിരിക്കും. ഇതൊക്കെ സിഗ്നൽ ലേണിംഗിന്റെ വേറൊരു വെർഷനാണ്. അല്ലാതെ കുട്ടിയിൽ മാത്രം സംഭവിക്കും എന്നുള്ള അർത്ഥത്തിൽ എടുക്കരുത് കേട്ടാ. അപ്പൊ കാര്യം നിങ്ങൾക്ക് പിടികിട്ടിയ സിഗ്നൽ ലേണിംഗ് അഥവാ സംജ്ഞാപഠനം, ഇതിന്റെ ഉദാഹരണവും പഠിക്കുക, ഇതിന്റെ കാര്യവും മനസ്സിലാക്കി വയ്ക്കുക. അപ്പൊ ആദ്യം എപ്പോഴും ഒരു സിഗ്നൽ ഒരു അടയാളമാണ് അല്ലെ, ആദ്യം ഒരു അടയാളം കിട്ടും. അതിനാണ് നമ്മൾ കയറി പോണേ. അപ്പൊ അത് ഒന്നാമത്തത്. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഈ സംജ്ഞാ പഠനം പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാട്ടോ. ഈ സംജ്ഞാ പഠനം അഥവാ സിഗ്നൽ ലേണിംഗ് ആരുടെ ഏത് പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്കറിയാം സിഗ്നൽ ലേണിംഗ് എന്ന് പറയുന്നത് ഗാഗനയുടേതാണ്. ഗാഗനയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗിലെ ഒന്നാമത്തെ പോയിന്റ് ആണ് സിഗ്നൽ ലേണിംഗ്. പക്ഷെ അത് നമ്മുടെ പാവ്ലോ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടല്ലോ. പാവ്ലോ നമ്മൾ ഓർത്ത് വെക്കുക, പാവ്ലോ പട്ടി, പാവ്ലോ പട്ടി, ഇങ്ങനെയാണ് നമ്മൾ ഓർത്ത് വെച്ചേക്കുന്നത്. ഈ പട്ടിയുടെ വായിൽ നിന്നുള്ള ഉമിനീര് കളക്ട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അത് തന്നെ. ആ പാവ്ലോ ഞാൻ കൂടുതൽ പറയുന്നില്ല എന്നുള്ളത്. അപ്പൊ ഈ പാവ്ലോവിന്റെ ക്ലാസിക് കണ്ടീഷനിങ് എന്ന് പറയുന്നതുമായി ബന്ധമുണ്ട് ഈ സംജ്ഞാ പഠനത്തിന് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം ഇന്നത്തെ എന്താണെന്നും കൂടെ ഞാനിത് കൊടുത്തിട്ടുണ്ട്. ക്ലാസിക്കൽ കണ്ടീഷനിങ് മീൻസ് ചോദകത്തെ തിരിച്ചറിഞ്ഞ് വൈകാരികമായ പ്രതികരണം നടക്കുന്നു എന്നുള്ളതാണ്. ഈ മണി അടിക്കുമ്പോൾ പട്ടിയുടെ വായി ഉമിനീര് വരും, ഇപ്പൊ ഫുഡ് കിട്ടും എന്നുള്ള രീതിക്കാണ്. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല.
അതിനെപ്പറ്റി വേറെ വീഡിയോ വിശദമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, ഗാഗ്നയുടെ സംജ്ഞാ പഠനം അത് ഏത് പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് ഏതാണ് നോക്കൂ, സിഗ്നൽ ലേണിംഗ് ആണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ആണ് സിഗ്നൽ ലേണിംഗ്. സിഗ്നൽ ലേണിംഗ് കഴിഞ്ഞിട്ട് എന്താ? സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് അത് നോക്കാം. സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്. സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ ചോദകം, റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ പ്രതികരണം. അപ്പൊ സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ ചോദകം നൽകുന്നതിനനുസരിച്ച് ഒരു പ്രതികരണം ഉണ്ടാക്കിയെടുക്കാനായി കുട്ടി പ്രാപ്തമാകുന്ന ഒരു സ്റ്റേജ് ആണ് ഇത്. ഇറ്റ് ഇൻവോൾവ്സ് ദ ബിൽഡിംഗ് അപ്പ് ഓഫ് കണക്ഷൻ ബിറ്റ്വീൻ എ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ബൈ ബീയിങ് റിവാർഡ്. റിവാർഡിന് ഈ ഇല്ല കേട്ടോ, അത് ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ സ്പീഡിൽ പറ്റിപ്പോയതാ. റിവാർഡ് എന്ന് വരെ മതി കേട്ടോ, ഈ ഇല്ല. സംഭവം എന്താ? നമ്മള് കൈ തട്ടും എന്നറിഞ്ഞു കഴിയുമ്പോ കുഞ്ഞുവാവ പാട്ടുപാടും. അത് ചോദക പ്രതികരണ പഠനമാണ്. മീൻസ് നമ്മൾ പറയും മക്കളെ ഒരു പാട്ടുപാട് എന്ന് പറയുമ്പോൾ കൊച്ച് തത്തക്ക പുത്തക്ക എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ പാടും. ഈ പാട്ട് ഹേ ഗുഡ് ഗേൾ എന്ന് പറഞ്ഞ് നമ്മൾ കൈ തട്ടുമ്പോ ഇത് അതിനുള്ള ഒരു സന്തോഷമാണ്. അതിൽ നിന്ന് അത് കൂടുതൽ പാടാനായിട്ട് ശ്രമിക്കും. പിന്നെ അത് ഭയങ്കര പാട്ടൊക്കെ ആയിരിക്കും. ഇവിടെ എഴുതിയിരിക്കുന്ന ഉദാഹരണം എന്താ? ദ ലേണർ ലേൺസ് ആക്യുറേറ്റ് റൈറ്റിംഗ് സ്കിൽ ബൈ ബീയിങ് റിവാർഡഡ് ബൈ ദ ടീച്ചർ. ടീച്ചർ അഭിനന്ദിക്കും, അല്ലെങ്കിൽ ടീച്ചറിന്റെ അഭിനന്ദനം കിട്ടി എന്നതുകൊണ്ട് കുട്ടി ഏറ്റവും നല്ല രീതിയിൽ എഴുതാൻ ശ്രമിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ഞാനൊക്കെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് പണ്ട് ഗുഡ് ഇട്ട് കൊടുക്കുമായിരുന്നു. മീൻ ഗുഡ്, ഫ്ലവർ ഗുഡ്, ബട്ടർഫ്ലൈ ഗുഡ്, വേം ഗുഡ്, പുഴുവിന്റെ ഗുഡ്, ട്രീ ഗുഡ് വലിയ ഗുഡാ. അപ്പൊ ഇതൊക്കെ കൊടുക്കുന്നതനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഇതൊക്കെ ഈ സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കണ്ടോ. അപ്പം ആദ്യം എന്താ നമ്മൾ പഠിച്ച സിഗ്നൽ ലേണിംഗ്. ഈ സിഗ്നൽ കിട്ടി കഴിയുമ്പോൾ എന്തുവാ, പിന്നെ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. അതാണ് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് പോസ് ചെയ്യും. എന്തിനാണെന്നറിയാവോ? നിങ്ങൾക്കൊന്ന് ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ചെയിൻ ലേണിംഗ് ആണ് മൂന്നാമത്തേതാണ്. ചെയിൻ അടുത്ത സ്റ്റെപ്പ്, കുട്ടിയുടെ പഠനത്തിന്റെ അടുത്ത സ്റ്റെപ്പാണ് ശ്രേണി അഥവാ ശൃംഖലനം. അതെന്താന്നുള്ളതാണ് പരീക്ഷ ചോദിക്കും. ചെയിൻ ലേണിംഗിന്റെ വേറൊരു പേര് സ്കിൽ ലേണിംഗ് എന്ന് പറയും. സംഭവം എന്താന്ന് പറഞ്ഞാൽ ചോദക പ്രതികരണ പഠനത്തിൽ നിന്ന് ലഭിച്ച പല അനുഭവങ്ങളും ഒന്നിച്ചു ചേർത്ത് പുതിയ ശ്രേണികൾ ഉണ്ടാക്കുന്നു. ഉദാഹരണമുണ്ട്. ചൈൽഡ് ലേൺ ടു റൈറ്റ് ദ വേർഡ് മാംഗോ. മനസ്സിലായി കാണത്തില്ല, ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കൊച്ചിന് ABCD-Z വരെ അറിയാം. അതിൽ എമ്മും എയും എന്നും ചേർത്ത മാൻ ആണെന്ന് അറിയാം. ഗോ എന്ന് പറഞ്ഞാൽ പോവുക എന്നാണെന്ന് അറിയാം. പക്ഷേ ഇതൊന്നും അല്ല. മാംഗോ എന്ന് പറയുമ്പം MANGO, അങ്ങനെ അക്ഷരങ്ങളെയൊക്കെ കൂട്ടിയിണക്കി മാംഗോ എന്ന് പറയുമ്പം കുട്ടി മനസ്സിലാക്കുന്നത് മാംഗോ എന്ന് മനസ്സിലാവും, ആ മാങ്ങയും മനസ്സിലാവും. മാങ്ങ എങ്ങനെ ഇരിക്കും എന്നുള്ളത് അതറിയാം, മാംഗോയും അറിയാം. ഇതിങ്ങനെ കൂട്ടിയെടുക്കുന്ന ചെയിൻ ലേണിംഗ് ആണ്. അപ്പൊ അത് എന്തൊക്കെ അറിയണമെന്ന് അറിയാവോ? അക്ഷരം അറിയണം ആദ്യം. രണ്ട് മാമ്പഴം എന്ന് പറയുന്ന സാധനത്തിനെ കുട്ടി കണ്ടിരിക്കണം, അല്ലെങ്കിൽ പടത്തിൽ കണ്ടിരിക്കണം. ഈ പടത്തിൽ കാണുന്നതും മരത്തിൽ കാണുന്നതും ഒന്നാണെന്ന് കൊച്ചിന് ഒരു ബോധം വേണം. എന്നിട്ട് അതിന് മാംഗോ ആണെന്ന് അറിയുന്ന എന്നുള്ളൊരു തിരിച്ചറിവ് വേണം. എന്നിട്ട് ആ അക്ഷരം കൃത്യമായിട്ട് എഴുതണം. ഇപ്പൊ MANGOയ്ക്ക് പകരം ഈ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടെന്നും പറഞ്ഞ മാംഗോ ആവത്തില്ല. അപ്പൊ അത് ക്രമത്തിൽ എഴുതിയാലേ മാംഗോ ആവത്തോളം എന്നുള്ള ഒരു ബോധം കുട്ടിക്ക് വേണം. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇതൊക്കെ വളരെ സിമ്പിൾ ആയിരിക്കും. മാംഗോ എന്ന് പറയുന്നതിന് മുമ്പേ നമ്മൾ എഴുതി കഴിയുമായിരിക്കും. പക്ഷെ കൊച്ചു കുട്ടിയെ സംബന്ധിച്ച് അങ്ങനെ അല്ലെന്ന് ആലോചിച്ചോളാം. അതാ പറഞ്ഞേ, എ ചൈൽഡ് ലേൺ ടു റൈറ്റ് ദ വേർഡ് മാംഗോ. മാംഗോ അല്ല, ഇനിയിപ്പോ മാങ്ങ, തേങ്ങ, ചക്ക, അങ്ങനെ എന്തായാലും ശരിയല്ലേ. അപ്പൊ അതാണ് ചെയിൻ ലേണിംഗ് എന്ന് പറയുന്നത്. വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നാലാമത്തെ പോയിന്റ് വരുന്നതിന് മുമ്പ് നമ്മൾ സിഗ്നൽ ലേണിംഗ് പഠിച്ചു 1, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് പഠിച്ചു 2. ഇപ്പോൾ നമ്മൾ ചെയിൻ ലേണിംഗ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു 1, 2, 3, 4 എന്ന് പറഞ്ഞ് നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞു, അത് കാണിച്ചു തരാം. വേണ്ടേ 1, 2, 3, 4 ഈ വെർബൽ വരെ അതിനെ കുറിച്ചായി പറയുന്നത്. സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ്, ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചെയിൻ ലേണിംഗ്, ഇതെല്ലാം ബിഹേവിയർ ആസ്പെക്ട്സിലുള്ളതാണ്. ഇത്രയും ബിഹേവിയറൽ പഠനമാണ്, വ്യവഹാര പഠനം. അതിനുശേഷം വരുന്നത് കൊഗ്നിറ്റീവ് ലെവലിലുള്ള പഠനമാണ്. കൊഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ ബുദ്ധി. അപ്പോ
ഇതൊരു അഡ്വാൻസ്ഡ് ഫോം ആണ് ചെയിനിങ് എന്ന് പറയുന്നത്. ഇപ്പോ നമ്മളൊരു സാധാരണ ഒരു ഫോൺ മേടിച്ചു, കീപാഡ്. അതിന്റെ ഒരു അഡ്വാൻസ്ഡ് ഫോമാണ് ഇത് ആൻഡ്രോയിഡ് ഫോൺ എന്ന് പറയുന്ന പോലെ. അപ്പോ സിഗ്നൽ ലേണിങ്ങിനേക്കാൾ മികച്ചതാണ്, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് സ്റ്റിമുലസ് റെസ്പോൺസ്. അതിനേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് ഏത്? ചെയിനിങ്. അപ്പൊ നേരത്തെ പഠിച്ച കാര്യങ്ങളെ കൃത്യമായ ഒരു സീക്വൻസിൽ പ്ലേസ് ചെയ്ത് കണക്ട് ചെയ്യാനുള്ള കഴിവ് വികസിപ്പിക്കുകയാണ് ചെയിനിങ്ങിൽ നടക്കുന്നത്. അതായത് അതിനൊരു കാര്യം കൂടി ഇവിടെ പറയാനുണ്ട്. ലെറ്റർ അഥവാ അക്ഷരത്തെ കൃത്യമായി അടുക്കി അർത്ഥവത്തായ ഒരു വാക്കാക്കി കുട്ടി മാറ്റുന്നത് ചെയിനിങ്ങിന് ഉദാഹരണമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുകൂടെ പറയാം. ഇപ്പൊ മാംഗോയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനത് പറഞ്ഞേ. നിങ്ങൾക്ക് ആൽഫബറ്റും ലെറ്ററും തമ്മിലുള്ള വ്യത്യാസം അറിയാവോ? ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ A to Z, ABCDEF, അത് ഫുൾ ആൽഫബറ്റ്സ് ആണ്. ഈ ആൽഫബറ്റിൽ പ്രത്യേകം ഏതെങ്കിലും ഒരു അക്ഷരത്തെ എടുത്തു പറയുമ്പോൾ അതിനെ ആൽഫബറ്റ് എന്നല്ല പറയുന്നത്. ഇപ്പൊ മാംഗോയിലെ M എന്ന ആൽഫബറ്റ് തെറ്റ്. മാംഗോയിലെ M എന്ന് പറയുന്ന ലെറ്റർ എന്ന് പറയണം. മാംഗോയിലെ A എന്ന് പറയുന്ന ലെറ്റർ എന്ന് പറയണം. അല്ലാതെ M എന്ന് പറയുന്ന ആൽഫബറ്റ്, A എന്ന് പറയുന്ന ആൽഫബറ്റ് എന്ന് പറയുന്നത് തെറ്റാണ്. A to Z, ABCD വരെയുള്ളതിനെ ആൽഫബറ്റ് എന്ന് പറയും. പക്ഷെ അതിലുള്ള ഓരോന്നിനെയും നമ്മൾ ലെറ്റർ എന്നാ പറയുക. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ലെറ്റർ എന്ന് എഴുതിയേക്കുന്നത്. അല്ലാതെ വാവയ്ക്കാര് ലെറ്റർ എഴുതിയെന്നല്ല ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ലെറ്റർ അഥവാ അക്ഷരം. ആ അക്ഷരത്തെ, അക്ഷരം മീൻസ് ABCD ആണ്, അതിനെ കൃത്യമായിട്ട് അടുക്കി അർത്ഥവത്തായ ഒരു വാക്കാക്കി കുട്ടി മാറ്റുന്നത് ചെയിനിങ്ങിന് ഉദാഹരണമാണ്. ഇപ്പൊ എലിഫന്റ് എന്ന് എഴുതുന്നു. എലിഫന്റ് എന്ന് എഴുതണമെങ്കിൽ അതിന്റെ മനസ്സിൽ ELEPHANT അത് ക്രമത്തിൽ ഓർഡറിൽ വരണം. അങ്ങനെ ചെയിൻ അതിന് ആനയെ കാണാൻ പറ്റണം. ആന പലർക്കും പല രീതിയിലായിരിക്കും. ചിലപ്പോൾ വരണ്ടോടി ആനയായിരിക്കും മനസ്സിൽ, വേറെ ആൾക്ക് നെറ്റിപ്പട്ടം കിട്ടിയ ആനയായിരിക്കും, ചിലർക്ക് നൃത്തം ചെയ്യുന്ന ആനയായിരിക്കും. അതൊക്കെ പലർക്കും പല രീതിയാണ്. എന്താണെങ്കിലും ആന എന്ന് പറയുമ്പോൾ ആ കോൺസെപ്റ്റിൽ മാറ്റമില്ല. തുമ്പിക്കൈയും മുറം പോലുള്ള ചെവിക്കും ഒന്നും മാറ്റമില്ല. അപ്പൊ അത് ലെറ്റർ, അതിനെ ക്രമത്തിൽ എഴുതുന്നതിനാണ് ചെയിനിങ് എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, മുന്നോട്ട് പോവാം. ഇനി വെർബൽ അസോസിയേഷൻ ആണ്. വെർബൽ അസോസിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗാഗിനെ പറയുന്ന 4ാമത്തെ സ്റ്റേജ് ആണ് കുട്ടിയുടെ. ഭാഷാ സംയോജനം എന്ന അർത്ഥമുണ്ട്, വചന സഹചരത്വം എന്ന അർത്ഥമുണ്ട്. ഒന്ന് നോക്കാം. This is a sub-variety of chaining that occurs when the stimulus and response in chain learning consists of words. വാക്കുകളുടെ, അതായത് വാക്കുകൾ കൂട്ടിച്ചേർത്ത് വാക്യങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കുന്നു. നേരത്തെ എന്തുവായിരുന്നു? സിഗ്നൽ, പിന്നെ ലെറ്റർ ചേർന്ന് വാക്ക്. ഇവിടെ കുറച്ചുകൂടെ വലുതാണ്, വാക്കുകൾ ചേർത്ത് വാക്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നു. കണ്ട, അപ്പം ആന എന്നുള്ളത് കുട്ടി തിരിച്ചറിയുന്നു. ഇത് ആനേക്കാൾ കുറച്ചുകൂടി വാക്കുകൾ കൂട്ടിച്ചേർത്ത് വാക്യങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കുന്നു എന്നുള്ളതാണ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ചൈൽഡ് ലേൺസ് ദ മലയാളം ഈക്വലന്റ് ഓഫ് ഇംഗ്ലീഷ് വേർഡ്. കണ്ടോ, ഭാഷ. ഇപ്പൊ ഹാത്തി എന്ന് പറഞ്ഞാൽ അത് ഹിന്ദി ആണെന്നും ആനയാണെന്നും കൊച്ചിന് മനസ്സിലാവുന്നു. കൊച്ചു മലയാളിയാണ്, കൊച്ചിന് മനസ്സിലാവുന്നു. ഗജഹ എന്ന് പറഞ്ഞാൽ അത് ആനയാണ്, ഗജം ആനയാണ്. എലിഫന്റ് ആനയാണ്. ഇതെല്ലാം നമ്മുടെ ആനയെ തന്നെ പറയുന്നതെന്നുള്ളത് കൊച്ചിന് കണക്ട് ചെയ്ത് ചിന്തിക്കാൻ കഴിയുന്നതും ഒരു വാക്കിന് പകരം മറ്റൊരു വാക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നു. ഇപ്പം ഗജം ആന, കരി ആനയാണ്, ഇഭം ആനയാണ്. അപ്പൊ ഇതെല്ലാം ആനയാണെന്ന് മനസ്സിലാക്കത്തക്ക ബുദ്ധി വരുന്നത് വെർബൽ അസോസിയേഷൻ വരുമ്പോഴാണ്. അതുപോലെ തന്നെ വാക്കുകൾ പ്ലേസ് മാറ്റി ഉപയോഗിക്കുക, അല്ലെങ്കിൽ വാക്കുകൾ കൂട്ടിച്ചേർത്ത് വാക്യം ഉണ്ടാക്കുക, ഈ ബുദ്ധിയൊക്കെ ഈ വെർബൽ അസോസിയേഷന്റെ സമയത്താണ് വരിക. ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് പോവാം. ഒരു കാര്യം പഠിക്കുമ്പോൾ അത് മനസ്സിൽ ഉറച്ചു പോകണം. ഇപ്പൊ ഞാൻ പറഞ്ഞു വാക്കുകൾ കൂട്ടിച്ചേർത്ത് വാക്യങ്ങൾ ഉണ്ടാക്കാനാണെന്ന്. ഞാൻ വാക്കുകൾ കൂട്ടിച്ചേർത്ത് വാക്യം ഉണ്ടാക്കുന്ന ഉദാഹരണം പറഞ്ഞില്ല, പറയാം. ഉദാഹരണം, ഐ ഞാൻ, ഈറ്റ് തിന്നുന്നു, മാംഗോസ് മാങ്ങകൾ. അപ്പൊ കുട്ടി ആലോചിക്കുന്നു, എനിക്ക് മാങ്ങകൾ തിന്നുന്നു, ഞാൻ മാങ്ങ തിന്നുന്നു. ഐ ഈറ്റ് മാംഗോസ്. ഓക്കെ, പിന്നെ വിചാരിക്കും അല്ല തിന്നു എന്നല്ലേ, തിന്നു എന്നാണെങ്കിൽ ഈറ്റിന്റെ പാസ്റ്റ് എയ്റ്റ്, തിന്നു. ഐ എയ്റ്റ് മാംഗോസ്, ഞാൻ മാങ്ങകൾ തിന്നു. കേട്ടോ, ഇങ്ങനെ മലയാളത്തിൽ പറയാം. ഐസ്ക്രീം എന്നുള്ളത് കൊച്ചിന് അറിയാം, കൊച്ചിന് ഐസ്ക്രീം അറിയാം. വേണമെന്ന് പറയണം, അങ്ങനെ ഒരു സെന്റൻസ് ആവുള്ളൂ.
അപ്പൊ ആദ്യം പറഞ്ഞു നോക്കും വേണം വേണം എനിക്ക് വേണം ഐസ്ക്രീം. പിന്നെ അത് കുറച്ചുകൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് പറയും ഐസ്ക്രീം വേണം ഐസ്ക്രീം വേണം. പിന്നെ പറയും എനിക്ക് വേണം എനിക്ക് ഐസ്ക്രീം വേണം. പറഞ്ഞു പറഞ്ഞാൽ എനിക്കാവും എനിക്ക് ഐസ്ക്രീം വേണം എന്നാവും. അപ്പൊ ഈ വാക്കുകളെ തമ്മിൽ കൂട്ടിച്ചേർത്തെടുക്കുന്ന ഒരു ബൗദ്ധികമായ പ്രക്രിയ കണ്ടോ. വെർബൽ അസോസിയേഷൻ, ഭാഷാ സംയോജനം ഈ സ്റ്റേജിലാണ് കുട്ടി. നമുക്ക് ആ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് വന്നാൽ നമുക്ക് ഈ സ്റ്റേജുകളൊക്കെ കാണാൻ കഴിയും. ഇതൊക്കെ നാച്ചുറലാ, ആരും പഠിപ്പിച്ചു കൊടുക്കുന്നതല്ല. അതിന് മിക്സ് ചെയ്ത് ഇങ്ങനെ വാക്കുകൾ കൂട്ടിച്ചേർത്ത് അതിനെ സന്ദർഭോചിതമായിട്ട് പറയാൻ കഴിയുന്നത് ഈ വെർബൽ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെയാണ്. ഓക്കെ, അപ്പൊ ഇത് ഗാഗൻ ഇങ്ങനെയാണ് പറയുന്നത്. കുറച്ചുകൂടെ വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് 5ാമത്തെ പോയിന്റിലോട്ട് നോക്കാം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ഈ 4 പോയിന്റ് ബിഹേവിയറൽ ആസ്പെക്ട് ആണ്. സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, പിന്നെ സൈക്കോമോട്ടർ കണക്ഷൻ ലേണിംഗ് ആൻഡ് വെർബൽ അസോസിയേഷൻ ലേണിംഗ് എന്ന് പറയുന്നത്. പിന്നെയുള്ളതാണ് മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, 5ാമത്തെ പോയിന്റ്. 5ാമത്തെ പോയിന്റ് ബഹുമുഖ വിവേചനം എന്നാണ് പറയുക. അതെന്താ ബഹുമുഖ വിവേചനം? ഒരുപോലെ ഇരിക്കുന്ന 2 വ്യത്യസ്ത കാര്യങ്ങളെ വേർതിരിച്ചറിയാൻ കുട്ടി പഠിക്കുന്നതാണ് മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ. ഡിസ്ക്രിമിനേഷൻ തരംതിരിവ്. അപ്പൊ ബഹുമുഖ മീൻസ് വട്ടം നമുക്കറിയാം, കോഴിമുട്ടയുടെ ഷേപ്പ് നമുക്കറിയാം, ഓവൽ ഷേപ്പും അറിയാം. പ്രത്യേകിച്ച് അത് ഇച്ചിരി ഒരു വലിപ്പത്തിൽ കണ്ട എല്ലാം ഏതാണ്ട് ഒരുപോലെ തോന്നും. ചതുരവും സമചതുരവും പെട്ടെന്ന് കണ്ട ഒരുപോലെ തോന്നും. എന്നാൽ അത് തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്, വലിപ്പ ചെറുപ്പമൊക്കെ ഉണ്ടെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷന്റെ ഒരു ഭാഗമാണ്. ഇപ്പൊ ചോറെന്ന് പറയുന്നതും നെയ്ച്ചോറെന്ന് പറയുന്നതും ബിരിയാണി എന്ന് പറയുന്നതും ബെല്ലാരി റൈസ് എന്ന് പറയുന്നതും ഒക്കെ ഡിഫറെന്റ് ആണ്. അപ്പൊ അതെല്ലാം എപ്പോഴാ മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, ബഹുമുഖ വിവേചനം ഉള്ളപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പൊ പൂച്ചയെയും പുലിയെയും കാണുന്നു. പുലിയെ കണ്ടിട്ട് വരുന്ന ഒരാൾ അല്ലെങ്കിൽ പൂച്ചയെ കണ്ടിട്ട് വരുന്ന ഒരാൾ കാഴ്ചബംഗ്ലാവിൽ ചെല്ലുമ്പോൾ പുലിയെ കാണുമ്പോൾ രണ്ടും ഏതാണ്ട് ഒരുപോലെ ഇരിക്കും, പക്ഷെ വലിപ്പത്തിൽ വ്യത്യാസമുണ്ട്, ആള് വ്യത്യാസമാണ്, രണ്ടും രണ്ടാ, അതിന് ശബ്ദം രണ്ടാ. കണ്ടോ? അപ്പൊ മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഞാനൊന്ന് വായിച്ചു തരണോ? ഇൻ ദിസ് ടൈപ്പ് ഓഫ് ലേണിംഗ് ദ ലേണർ അക്വയർ എന്ന് പറഞ്ഞാൽ നേടുക, അക്വയേഴ്സ് നേടുന്നു, അക്വയേഴ്സ് ദ എബിലിറ്റി ടു ഡിസ്റ്റിംഗ്വിഷ് 2 സെറ്റ് ഓഫ് സ്റ്റിമുലൈ എന്ന് പറയുന്നത് നമ്മള് സ്റ്റിമുലസ് എന്ന് പറഞ്ഞൊരു വാക്ക് പഠിച്ചില്ലേ? ചോദകത്തിന്റെ ബഹുവചന രൂപം അഥവാ പ്ലൂറൽ ആണ്. സ്റ്റിമുലി അല്ല, സ്റ്റിമുലൈ എന്ന് വായിക്കണം. സ്റ്റിമുലൈ or situations so as to make the response appropriate to each member of the set. ഇതിന്റെ മലയാളം വെണ്ടക്ക അക്ഷരത്തേക്ക് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അതിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി വിശ്വസിക്കുന്നു. അപ്പൊ മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ നമ്മൾ പഠിച്ചു. ഇനിയുള്ളത് കോൺസെപ്റ്റ് ലേണിംഗ് ആണ്, ആശയ പഠനമാണ്. ആശയ പഠനം അങ്ങനെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോ അക്ഷരങ്ങൾ കൂട്ടിച്ചേർക്കാൻ പഠിച്ചു, അത് കഴിഞ്ഞ് വാക്കുകൾ ഉണ്ടാക്കാൻ പഠിച്ചു, വാക്കുകൾ ചേർത്ത് സെന്റൻസ് ഉണ്ടാക്കാൻ പഠിച്ചു, സെന്റൻസിൽ നിന്നൊരു ആശയം ഇതേണ്ടേ, ആശയം, അതാണ് കോൺസെപ്റ്റ് ലേണിംഗ്. മൂർത്ത പഠനത്തിൽ നിന്നും അമൂർത്ത പഠനത്തിലേക്ക്. മൂർത്തം എന്ന് പറഞ്ഞാൽ എന്താ? മൂർത്തി എന്ന് പറഞ്ഞാൽ വിഗ്രഹം, രൂപം എന്നാണ് അർത്ഥം. അപ്പം മൂർത്തം എന്ന് പറഞ്ഞാൽ രൂപമുള്ളത്, അമൂർത്തം എന്ന് പറഞ്ഞാൽ രൂപമില്ലാത്തത്. സ്നേഹം, പ്രേമം, ദേഷ്യം, വെറുപ്പ്, അസൂയ ഉണ്ടോ? അതിനൊന്നും ഇതില്ല. അഭിമാനം, ഇതൊക്കെ അമൂർത്ത. അനുഗ്രഹം അമൂർത്തവ, പ്രാർത്ഥന അമൂർത്തവ. മൂർത്തം എന്ന് പറയുമ്പോൾ കല്ല്, മണ്ണ്, നമ്മള് എല്ലാം വരും. അപ്പൊ മൂർത്തമായ പഠനത്തിൽ നിന്നും അമൂർത്തമായ പഠനത്തിലേക്ക് ഒരു കാൽവയ്പ് നടക്കുന്നത് കോൺസെപ്റ്റ് ലേണിംഗ് എന്ന സ്റ്റേജിൽ നിന്നാണ്. In this learner acquires the ability to compare, classify, generalize, etc. ഇതൊരു ഹയർ ലെവൽ ലേണിംഗ് ആണ്. അതായത് കാണാത്ത ആശയങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നു. കാണാത്ത ആശയങ്ങൾ, ഒരു നന്മയുള്ള കൃഷിക്കാരൻ, അയാളുടെ സ്വത്ത് അടിച്ചു മാറ്റാൻ വരുന്ന ഒരു കള്ളൻ. അപ്പൊ അത് ആശയങ്ങളാണ് മനസ്സിലാവുന്നത്. കണ്ടോ? ആ കഥയൊക്കെ പഠിക്കുന്ന ആ സമയത്താണ് സ്വന്തമായ ആശയം രൂപപ്പെടുത്തി എടുക്കുന്നു. നമ്മളോട് ചോദിക്കുന്നു അത് തെറ്റല്ലേ, ഇത് ശരിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. കണ്ടോ? അതാണ് കോൺസെപ്റ്റ് ലേണിംഗ്, ആശയ പഠനം എന്ന് പറയുന്നത്. കുട്ടി തന്നെ ചിലപ്പോൾ അടുത്തിരിക്കുന്ന ഒരാളുടെ പേന, എല്ലാം നമ്മുടെ പേനയല്ലേ എന്ന് പറഞ്ഞ് അടുത്തിരിക്കുന്ന ആളുടെ പേന എടുക്കുമ്പോൾ എടാ അത് തെറ്റാണ്, അത് മോഷണമാണ്, അത് കള്ളത്തരം, അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു പുതിയ ആശയം കിട്ടുക. അത് വായിക്കുമ്പോഴായാലും ശരി, കണ്ടു മനസ്സിലാക്കുമ്പോഴായാലും ശരി. ഇപ്പൊ ഒരു പൂച്ചയെ ഒരു കടുവ പിടിക്കുന്നു, അല്ലെങ്കിൽ ഒരു എലിയെ ഒരു പൂച്ച പിടിക്കുന്നു, കാണുമ്പോൾ അയ്യോ പാവം അല്ലേ എന്ന് കൊച്ചിന് തോന്നുന്നത്
അതിന്റെ ആശയ പഠനത്തിന്റെ ഫലമായിട്ടാണ്. അതിന്റെ പഠന പ്രക്രിയയിലെ ആശയ പഠനം എന്ന് പറയുന്ന സ്റ്റേജിങ് നടക്കുന്നതാണ്. അപ്പൊ കോൺസെപ്റ്റ് ലേണിംഗ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആശയം. ഇനിയിപ്പോ ആശയം കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്തായിരിക്കും? ഗാഗനെ പറയുന്ന ആശയം വരെ നമ്മൾ എത്തി. ആശയം കഴിഞ്ഞാൽ എന്തായിരിക്കും? പ്രിൻസിപ്പിൾ. അതിൽ നിന്നൊരു തത്വം ഉണ്ടാക്കിയെടുക്കും. തത്വത്തിന് 2 താഴെ. തത് ത്വമാണ് തത്വം. അതുകൊണ്ടാണ് 2 താഴെ എഴുതിയിരിക്കുന്നത്. അപ്പോ പ്രിൻസിപ്പിൾ ലേണിംഗിന്റെ മറ്റൊരു പേര് റൂൾ ലേണിംഗ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രിൻസിപ്പിൾ ലേണിംഗിന്റെ മറ്റൊരു പേര് റൂൾ ലേണിംഗ് ആണ്. അപ്പൊ ഇത് എന്നാന്ന് പറഞ്ഞാൽ ഉദാഹരണം നമുക്ക് ആദ്യം നോക്കാം. എ ചൈൽഡ് ലേൺസ് ദ പ്രിൻസിപ്പിൾ മെറ്റൽസ് എക്സ്പാൻഡ് ഓൺ ഹീറ്റിംഗ്. അതായത് കൊച്ചിനറിയാം ലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ കൊച്ചിനറിയാം. പ്ലാസ്റ്റിക് വേറെ, ലോഹം വേറെ എന്ന് കൊച്ചിനറിയാം. ലോഹം എന്ന് പറയുമ്പോൾ സ്വർണം, വെള്ളി, ചെമ്പ്, അലൂമിനിയം, ഇതൊക്കെ. അത് വികസിക്കും എന്നുള്ള വാക്കും അറിയാം. എക്സ്പാൻഡ് അത് വേറെ വാക്കാണ്. ഹീറ്റിംഗ് ചൂടാക്കൽ പ്രക്രിയയും കൊച്ചിനറിയാം. ഈ 3 പ്രക്രിയയും കൂട്ടിയോജിപ്പിക്കുന്നു. 3 ആശയങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നു. മെറ്റൽസ് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്കതിനെ അടിച്ച് പരത്തി വികസിപ്പിച്ചെടുക്കാം എന്നുള്ള ഒരു ആശയം അതിന് കിട്ടുന്നു. അത് പ്രിൻസിപ്പിൾ ലേണിംഗ്, തത്വ പഠനം എന്നാണ് പറയുക. കണ്ടോ? അപ്പൊ ആശയങ്ങൾ തമ്മിൽ ബന്ധം സ്ഥാപിക്കുമ്പോഴാണ് പൊതുവെ തത്വങ്ങൾ ഉണ്ടാവുന്നത്. അതായത് ആശയങ്ങൾ തമ്മിൽ ഒരു ബന്ധം വേണം. ഉദാഹരണം, പണ്ട് കുറുക്കൻ അരയന്നത്തിനെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി ക്ഷണിച്ച്. അപ്പൊ അരയന്നത്തിനെ പറ്റിക്കാൻ വേണ്ടി കുറുക്കൻ ഈ പരന്ന പാത്രത്തിലാണ് പായസം വെച്ചത്. എന്നിട്ട് കുറുക്കൻ പരന്ന പാത്രത്തിൽ പായസം നക്കി നക്കി കുടിച്ചു. പരന്ന പാത്രത്തിലുള്ളത് ഈ കൊക്കിനും കൊടുത്തു. അപ്പൊ കൊക്കിന് കുടിക്കാൻ വയ്യ. അങ്ങനെ കൊക്കിനെ നാണം കെടുത്തിയപ്പോ കൊക്ക് പറഞ്ഞു, ചേട്ടാ, കുറുക്കൻ ചേട്ടാ, ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ കുറുക്കൻ ചെന്നപ്പോ എന്ത് പറ്റി? ഈ കൊക്ക് ഒരുമാതിരി ഇങ്ങനെ കൂജ പോലത്തെ ഒരു പാത്രത്തിൽ പായസം ഉണ്ടാക്കി കുറുക്കനും വെച്ചു കൊടുത്തു. കൊക്കും കുടിച്ചു. കൊക്ക് എന്ത് ചെയ്തു? അതിന്റെ സ്വന്തം കൊക്ക് അതിനകത്തോട്ടിട്ട് ഊറി ഊറി കുടിച്ചു. മറ്റേ കുറുക്കൻ അത് കുടിക്കാനും വയ്യ. മനസ്സിലായോ? അപ്പൊ അതെന്തുവാ? ഈ കഥ കേൾക്കുന്ന കൊച്ചിനൊരു പുതിയ ആശയമാണ് കിട്ടുന്നത്. നമുക്കിട്ട് പണി തരുന്ന ഒരാൾക്ക് തിരിച്ചു ഒരു പണി കൊടുക്കാം അല്ലേ? അപ്പൊ അത് തെറ്റല്ലേ എന്ന് ചോദിക്കും. അപ്പോഴാണ് അച്ഛനും അമ്മയും അതനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് നേരെയാക്കുക. ഇങ്ങനെ ഓരോന്നും പല പല കഥകളും കണ്ടോ, പല ആശയങ്ങൾ കിട്ടുക. കണ്ടോ? അപ്പൊ കുറുക്കനെ കാണുമ്പോൾ കൊച്ചിനെ മനസ്സിലാണ് പായസം കുടിക്കുന്ന കാര്യമാണ്. പിന്നെയാണ് അത് പതുക്കെ 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 ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്താണേലും ആശയങ്ങൾ തമ്മിൽ ബന്ധം സ്ഥാപിക്കുക. ആശയങ്ങൾ തമ്മിൽ ഇപ്പൊ ആമയും മുയലും എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന അവരുടെ ഓട്ടം. എന്തുകൊണ്ടാ? പണ്ട് തൊട്ടേ കേട്ട് 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 വന്നതാ. ഇതിൽ നിന്നൊക്കെയാണ് ഈ പഴഞ്ചൊല്ലൊക്കെ രൂപപ്പെടുന്നത്. പഴയ ചൊല്ല്, പാലം കടക്കുവോളം നാരായണ, പാലം കടന്നു കഴിയുമ്പോൾ കൂരായണം. ഇതൊരു ആശയമാണ്. ഈ ആശയം പിന്നീട് നമുക്ക് ബോധ്യപ്പെടുന്ന എപ്പോഴാ? ഒരാള് നമ്മളോട് ഒരു ഉപകാരം ചെയ്ത്, നമ്മളൊരു ഉപകാരം ചെയ്തതിന് ശേഷം ആ ആള് തിരിച്ച് ആ ഒരു ഉപകാരം നമ്മുടെ ഒരു ആവശ്യ സമയത്ത് ചെയ്യുന്നില്ല എന്ന് വരുമ്പോൾ നമ്മൾ അപ്പൊ പാലം കടന്നു കഴിയുമ്പോൾ കൂരായണം അല്ലയോ എന്ന് ചോദിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു ചോദ്യമെല്ലാം ഇതിന്റെ ഒരു തത്വപഠനത്തിൽ അധിഷ്ഠിതമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ പ്രിൻസിപ്പിൾ ലേണിംഗ്, തത്വപഠനം, അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കുക. മെറ്റൽ എക്സ്പാൻഡ് ഹീറ്റ് ഇതറിയാം. ഇതിനെ കണക്ട് ചെയ്തിട്ടാണ് മെറ്റൽസ് എക്സ്പാൻഡ് ഓൺ ഹീറ്റിംഗ് എന്ന് കൊച്ചിന് എഴുതാൻ കഴിയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റിലേക്ക് വരിക. ഗാഗിനെ പറയുന്ന 8ാമത്തെ പോയിന്റിലേക്ക് വരികയാണ്, പ്രോബ്ലം സോൾവിങ്. അപ്പോ സിഗ്നലിൽ തുടങ്ങി അക്ഷരം കൂട്ടിച്ചേർത്ത് വാക്കാക്കി, വാക്ക് ചേർത്ത് സെന്റൻസ് ആക്കി, അതിൽ ആശയം ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചു, ആശയങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ പഠിച്ചു, തത്വങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ പഠിക്കുന്നു. ദിസ് കംസ് അറ്റ് ദ ഹയസ്റ്റ് സ്റ്റേജ് ഇൻ ദ ഹൈറാർക്കി ഓഫ് ലേണിംഗ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഗാഗനയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗിലെ ഹയസ്റ്റ് സ്റ്റേജ് ഏത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ പറയണം പ്രോബ്ലം സോൾവിങ് എന്ന് പറയണം. ഇനി അതുപോലെ ഹൈറാർക്കി ഓഫ് ലേണിംഗിലെ സിംപ്ലസ്റ്റ് സ്റ്റേജ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണത് സിഗ്നൽ ലേണിംഗ് ആണെന്ന് പറയണം. അപ്പൊ ഇവിടെ നോക്കിയേ, ബോയ് പ്രൂവ്സ് തിയറംസ് ഇൻ ജോമെട്രീസിലെ തിയറംസ് തെളിയിക്കാൻ നോക്കുന്നതെല്ലാം പ്രശ്ന പരിഹാരത്തിന് ഉദാഹരണമാണ്. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഒരു ബെഞ്ച് ഇട്ടിരിക്കുകയാണ്, ഇത് താണ്ടി കുട്ടിക്ക് അങ്ങോട്ട് പോകണം. അയ്യോ ബെഞ്ച് കിടക്കുന്നതെന്ന് പറഞ്ഞ് പേടിച്ചോടുവോ? ഇല്ല. അത് അയാൾ എന്ത് ചെയ്യും? കാല് ഇച്ചിരി ഹൈറ്റ് ഉള്ള ആളാണെങ്കിൽ കാല് വെച്ചൊക്കെ കയറും. ഹൈറ്റ് കുറഞ്ഞ ആളാണെങ്കിൽ എന്ത് ചെയ്യും? ആ ബെഞ്ചിൽ ഇരുന്നിട്ട് കാല് അപ്പുറത്തും ഇപ്പുറത്തും ഇട്ട് പയ്യെ ഇറങ്ങിയങ്ങ് പോകും. ഇതൊരു പ്രോബ്ലം സോൾവിങ് ആണ്. പ്രോബ്ലം സോൾവിങ് ആണെന്ന് പറഞ്ഞാൽ ഈ സ്പോർട്സ് ടീച്ചേഴ്സിനെയൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവർ ഓരോരോ ടാസ്ക് കൊടുക്കും. നിങ്ങൾ ആദ്യം ഇത്ര ചാടുക, ഓടി വരുമ്പോൾ ഇന്ന പൊസിഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അതൊരു തരം പ്രോബ്ലം സോൾവിങ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ അടുത്തിരിക്കുന്ന ഒരു കുട്ടി ബോധം കെട്ട് വീഴും.
അതൊരു പ്രോബ്ലം തന്നെ അല്ലേ? അതിനെ എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത് കുട്ടി താൻ പഠിച്ച കാര്യങ്ങളെ വെച്ച് ആലോചിച്ച് പെട്ടെന്ന്, അതൊക്കെ സെക്കൻഡ്സിനകത്തുള്ള മൈക്രോ സെക്കൻഡ്സിൽ കുട്ടിക്ക് വരുന്ന ചിന്തകളാണ്. പെട്ടെന്ന് താഴെ വീണ അയ്യോ എന്ത് പറ്റി എന്ന് പറയുന്ന അടുത്തോട്ട് വിളിക്കുക, പറ്റുമെങ്കിൽ ഒന്ന് ചേർത്ത് പിടിക്കുക, വെള്ളം കുടയുക എന്ന്, അല്ലെങ്കിൽ ആളുകളെ വിളിച്ചറിയിക്കുക, ഇതെല്ലാം പ്രോബ്ലം സോൾവിങ്ങിന്റെ ഭാഗമാണ്. കണ്ടില്ലേ? അപ്പോ പല തത്വങ്ങളുടെയും സമന്വയം കൊണ്ടാണ് പ്രശ്നപരിഹാരം എന്ന കഴിവ് ഉണ്ടാകുന്നത്. അതിപ്പോ ഒരാൾ ബോധം കെട്ട് വീഴുമ്പോൾ അയാളെ രക്ഷിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ സ്വയം ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതെല്ലാം ഓരോ തരത്തിലെ പല തത്വങ്ങളാണ്. അപ്പൊ അതിൽ നിന്നാണ് ഈ പ്രശ്നപരിഹാരം ഉണ്ടാകുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ജിയോമെട്രി എന്ന് പറയുന്നതിനെ, അതിന്റെ തിയറികളെ കുട്ടി തെളിയിക്കുന്നു എന്നുള്ളതാണ്. അതിന് വിവരം ഉണ്ടെങ്കിലല്ലേ തെളിയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പ്രോബ്ലം സോൾവിങ്, പ്രശ്ന നിർദ്ധാരണ പഠനം. ഒരു മനുഷ്യൻ അവന്റെ ജീവിതകാലത്തും ഏറ്റവും പ്രധാനപ്പെട്ട അവന്റെ ഒരു മേഖല എന്ന് പറയുന്നത് പ്രശ്ന പരിഹാര മേഖലയാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരും. ആ സമയം പോയി ആത്മഹത്യ ചെയ്യാനോ ടെൻഷൻ അടിച്ചു മരിക്കാനോ അല്ല. ആ പ്രശ്നങ്ങളെ അവന്റെ ബുദ്ധി കൊണ്ട് സോൾവ് ചെയ്യാൻ കഴിയും. അതിനാണ് അവൻ സ്കൂളിൽ പഠിക്കുന്നത്. എന്നെ ഇതൊന്നും സ്കൂളിൽ പഠിപ്പിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. ഇതെല്ലാം ആ 10 വർഷത്തെ അല്ലെങ്കിൽ +2 വരെയുള്ള കാലഘട്ടത്തിൽ അവന്റെ ജീവിത അനുഭവങ്ങളാ. കൂട്ടുകൂടുന്നതും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും പങ്കിട്ട് കഴിക്കുന്നതും ഒരു സ്പോർട്സിൽ പങ്കെടുക്കുന്നതും ആളുകളുമായിട്ട് ഇടപഴകുന്നതും ഇതെല്ലാം പഠന പ്രക്രിയയുടെ ഭാഗമാണ്. വെറുതെ പുസ്തകം വായിച്ച് വാരി വിഴുകുന്നതും അടുത്ത പഠിച്ച കാര്യം വെറുതെ ഛർദ്ദിച്ചു വെക്കുന്നതും പഠിത്തമാവില്ല. കാണാതെ പഠിച്ച് പരീക്ഷ എഴുതുന്നത് പഠിത്തം എന്ന് പറയാൻ പറ്റില്ല. അത് അവന്റെ മെമ്മറിയെ ഉയർത്തുന്ന ഒരു തലം മാത്രമേ ആവുന്നു. ഒരു സമൂഹത്തിലെ ഒരു കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന ഒരു സാമൂഹിക ജീവിയായ ഒരു മനുഷ്യൻ, അവൻ അങ്ങനെ മാറുമ്പോൾ മാത്രമേ അവനെ മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും പ്രോബ്ലം സോൾവിങ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പഠിക്കുന്നതിനനുസരിച്ചാണ് ആ ഒരു ബൗദ്ധിക തലം കൂടി വരുന്നത്. ഞാൻ പറഞ്ഞ ആ പോയിന്റ്സിൽ 5ാമത്തെ പോയിന്റ് തൊട്ട് 8ാമത്തെ പോയിന്റ് വരെ 5, 6, 7, 8 കാണിച്ചു തരാം. 5, 6, 7, 8 എന്ന് പറയുന്ന ഈ പോയിന്റ് മീൻസ് കോൺസെപ്റ്റ്, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്, കോൺസെപ്റ്റ് ലേണിംഗ്, പ്രിൻസിപ്പിൾ ലേണിംഗ്, പ്രോബ്ലം സോൾവിങ്. ഇത് ഇത്രയും കൊഗ്നിറ്റീവ് ആസ്പെക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബൗദ്ധികമായ, അതായത് ഉയർന്ന തരത്തിലുള്ള വിദ്യാഭ്യാസത്തിന്റെ ഫലമായിട്ട്, ആ വിദ്യാഭ്യാസ പ്രക്രിയയുടെ പഠന മേഖല എന്ന് പറഞ്ഞാൽ മതി, പഠന മേഖലയുടെ ഫലമായിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പൊ ഇത്രയും നമ്മൾ പഠിച്ചു. ഇനി ഇതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇത്രയും പഠിച്ചു. നിങ്ങൾക്ക് തോന്നും സാറേ ഗാഗനെ കേറ്ററ്റ് ഒക്കെ ശരി തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടോ? ഉണ്ട്. നമ്മൾ ആദ്യം ഒരു ചോദ്യം പഠിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നേ. അത് 2021 ചോദ്യമാണ്. അടുത്ത ചോദ്യം കണ്ടോ? അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പാർട്ട് 1. അക്കോർഡിംഗ് ടു ഗാഗനേസ് ഹൈറാർക്കി ഓഫ് ലേണിംഗ്, ഗാഗനയുടെ അഭിപ്രായത്തിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഫോക്കസ് ഓൺ ദ കോഗ്നിറ്റീവ് ആസ്പെക്ട്. കണ്ട, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് താഴത്തെ ആദ്യത്തെ 4 ബിഹേവിയറിയലും മറ്റേത് കോഗ്നിറ്റീവ് ആണെന്ന്. അപ്പൊ അത് തിരിച്ചറിയണ്ടേ? ജൂൺ 2019 ചോദിച്ച ചോദ്യമാണ്. ഇതെല്ലാം അദ്ദേഹത്തിന്റെ തന്നെ നമുക്കറിയാം. പ്രോബ്ലം സോൾവിങ്ങും പ്രിൻസിപ്പൽ ലേണിംഗും സിഗ്നൽ ലേണിംഗും കോൺസെപ്റ്റ് ലേണിംഗും എല്ലാം ഇത് തന്നെ. അപ്പോഴാണ് ചോദ്യം കോഗ്നിറ്റീവ് ആസ്പെക്റ്റിൽ വരുന്ന ഏതാ നോക്കിയേ. അക്കോർഡിംഗ് ടു ഗാഗനേസ് ഹൈറാർക്കി ഓഫ് ലേണിംഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഫോക്കസ്. അപ്പോ കോഗ്നിറ്റീവ് ആസ്പെക്ട് അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. നിങ്ങൾക്കറിയാം സിഗ്നൽ ലേണിംഗ് ബിഹേവിയറിലാണ് എന്ന് നിങ്ങൾക്കറിയാം. ഈ പ്രിൻസിപ്പളും പ്രോബ്ലവും കോൺസെപ്റ്റും ഒക്കെ എന്താ ഉയർന്നതാണെന്ന് ഇത്തിരി മുമ്പ് നമ്മൾ പഠിച്ചതേ ഉള്ളൂ. നമുക്ക് ഉത്തരത്തിലേക്ക് നോക്കാം. തന്നെ സിഗ്നൽ ലേണിംഗ് കണ്ട. അപ്പൊ സിഗ്നൽ ലേണിംഗ് ബിഹേവിയറലും ബാക്കിയുള്ള ഈ 3 പ്രോബ്ലം സോൾവിങ്ങും പ്രിൻസിപ്പളും കോൺസെപ്റ്റ് ലേണിംഗും എല്ലാം എന്ത് തന്നെയാണ്? കോഗ്നിറ്റീവ് ആസ്പെക്ട് ആണ്. അപ്പൊ കോഗ്നിറ്റീവ് ആസ്പെക്ട് അല്ലാത്തത് സിഗ്നൽ ലേണിംഗ്. അപ്പൊ സിഗ്നൽ ലേണിംഗ് എന്ന് പറയുന്നത് ബിഹേവിയറൽ സ്റ്റഡിയിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് 2019 ചോദിച്ച ചോദ്യം. അപ്പൊ നമ്മൾ 2 ചോദ്യം ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത 3ാമത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കൂ. 2020 ഡിസംബർ 2020 ചോദിച്ച ചോദ്യമാണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ഗാഗനേസ് ഹൈറാർക്കി ലേണിംഗ്. ഗാഗനയുടെ ആ പഠന ശ്രേണി ഉണ്ടല്ലോ 8 എണ്ണം, അതിലില്ലാത്തത് ഏത്? നമുക്കറിയാം ചെയിനിങ് ഉണ്ട്, റൂൾ ലേണിംഗ് നമ്മൾ പഠിച്ചതാ. റൂൾ ലേണിംഗ് ഞാനത് ബാക്ക് അടിച്ച് കാണിച്ചു തരാം, അതാകുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇതേ റൂൾ ലേണിംഗ്. പ്രിൻസിപ്പൽ ലേണിംഗിന്റെ മറ്റൊരു പേര് റൂൾ ലേണിംഗ് നമ്മൾ പഠിച്ച കണ്ട, അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. കണ്ടോ റൂൾ ലേണിംഗ്. അപ്പോ ചെയിനിങ്, റൂൾ ലേണിംഗ്, പ്രോബ്ലം സോൾവിങ്, എൻഗേജിങ് നമ്മൾ പഠിച്ച കൂട്ടത്തിലേ ഇല്ലായിരുന്നു. അപ്പൊ എൻഗേജിങ് ആണ് ആൻസർ. ഉണ്ടോ? ഹൈറാർക്കി ലേണിംഗ് അല്ലാത്തത് എൻഗേജിങ് എന്ന് പറയുന്നത്. അപ്പൊ 3 ചോദ്യമായി. 4ാമത്തെ ചോദ്യം നോക്കിക്കോ. 2020 ഡിസംബറിൽ ചോദിച്ച
ചോദ്യമാണ്. സെലക്ട് ദ ഫോർത്ത് സ്റ്റേജ് ഇൻ ഗാഗനീസ് ഹൈറാർക്കി ഓഫ് ലേണിംഗ്. 8 സ്റ്റേജ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചോ, സിഗ്നൽ ലേണിംഗ് തൊട്ട് പ്രോബ്ലം സോൾവിങ് വരെ. അതിൽ 4ാമത്തേത് ഏതെന്ന്. അപ്പൊ ക്രമത്തിൽ പഠിച്ചു വെക്കേണ്ടത് ആവശ്യമാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ? വലിയ കാലമൊന്നും ആയില്ല, 2020 അപ്പൊ ചെയിനിങ്, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, പ്രിൻസിപ്പൽ ലേണിംഗ് ആൻഡ് വെർബൽ അസോസിയേഷൻ. അപ്പൊ 4 എന്ന് പറയുമ്പോൾ വെർബലാ അല്ലേ? വെർബൽ അസോസിയേഷൻ ആണ് 4ാമത്തത്. അപ്പൊ അതാണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം പരീക്ഷ ഇപ്പൊ ഗാഗനെ പഠിച്ചതുകൊണ്ട് നഷ്ടമില്ല. അപ്പൊ ആരാണ് ഗാഗനെ? അമേരിക്കക്കാരനാണ്, എഡ്യൂക്കേറ്റർ ആണ്, സൈക്കോളജിസ്റ്റ് ആണ്. അങ്ങേർക്ക് 8 പഠന മേഖലകൾ അയാൾ പറയുന്നു. ഒരു കുട്ടി ജനിച്ച് അതിന്റെ ആ പഠന പ്രക്രിയ ഫുള്ള് പൂർത്തിയാക്കുന്നത് ഈ 8 ഘട്ടങ്ങളിലൂടെയാണെന്ന് പറയുന്നു. അപ്പൊ അതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളത് സിഗ്നൽ ലേണിംഗും ഏറ്റവും സങ്കീർണമായിട്ടുള്ളത് പ്രോബ്ലം സോൾവിംഗുമാണെന്ന് ഗാഗനെ അഭിപ്രായപ്പെടുന്നു. പാവം പിടിച്ച ആൾ 1916 ജനിച്ചു, 2002 ആയപ്പോൾ അദ്ദേഹം മരിച്ചു. കണ്ടോ, ഇതൊക്കെ നമുക്ക് പഠിച്ചപ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? അപ്പൊ അങ്ങനെ ക്രമത്തിൽ ഈ ഒരു കാര്യം പഠിച്ച് നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. വേറെ കാര്യം കൂടെ പറഞ്ഞുതരാം. അതായത് കേറ്ററ്റിന് OBC തൊട്ടുള്ള അവർക്കൊക്കെ ഒരു 82 മാർക്ക് വിജയിക്കാം. ജനറൽ കാറ്റഗറി എന്ന് പറയുമ്പോൾ 90 മാർക്ക് വേണം 150. സാറേ ഞങ്ങളൊരു 90 വാങ്ങിച്ച് എങ്ങനെയെങ്കിലും ജയിക്കാം. അങ്ങനെയല്ല. 82 വാങ്ങിച്ച് എങ്ങനെയെങ്കിലും ജയിക്കാം. അങ്ങനല്ല. നന്നായിട്ട് പഠിച്ച് നല്ല മാർക്കോടുകൂടി പാസ്സാവണം. ആ മാർക്ക് ലിസ്റ്റിനകത്ത് മാർക്ക് ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് വരുന്നത്. കേറ്ററ്റ് എന്ന് പറഞ്ഞ് പാസ്സായെന്ന് പറഞ്ഞ് ആ മാർക്ക് ലിസ്റ്റ് വരുമ്പോൾ ഫുൾ മാർക്കോട് കൂടിയാണ് വരുന്നത്. നമുക്ക് പിന്നീട് അത് ഇന്റർവ്യൂ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കേണ്ടതാണ്. നോക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ മാർക്ക് അറിയാം. ജസ്റ്റ് പാസ്സായി എന്ന് പറഞ്ഞിട്ടല്ല നിങ്ങൾ ചെല്ലേണ്ടത്. നിങ്ങൾ സമർത്ഥരായ അധ്യാപകരായി മാറേണ്ടുന്നതിന് നിങ്ങൾ ആ മാർക്ക് ലിസ്റ്റിൽ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങിച്ച് ജയിച്ചു കാണിക്കണം. മനസ്സിലായോ? അപ്പം നന്നായിട്ട് പഠിക്കണം. ഏതൊരു കാര്യം പഠിച്ചാലും കൊള്ളാം, മനസ്സിലാക്കി നന്നായിട്ട് പഠിക്കണം. അപ്പൊ ഇനിയിപ്പോ ആ കഷ്ടിച്ച 2 മാസം 2.5-3 മാസത്തിനകത്തേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കുക. അപ്പൊ ഈ തരത്തിലാണ് നമ്മള് എന്താണ് തിയറീസ് ഓഫ് ലേണിംഗ് പഠിക്കുന്നത്. അതിൽ ഗാഗനയുടെ കാര്യമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പൊ നമ്മുടെ ക്ലാസ് ഇപ്പം സെപ്റ്റംബർ 20-ാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. 2024 സെപ്റ്റംബർ 20-ാം തീയതി രാത്രി 7:30 മണിക്ക് നമ്മൾ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. കാറ്റഗറി 3യുടെ കേറ്ററ്റ്. അതിന്റെ പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 എല്ലാ ക്ലാസ്സും കൃത്യമായിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട്. അത് താല്പര്യമുള്ളവർക്ക് ചുവടെ കാണുന്ന നമ്പറിൽ ജോയിൻ ചെയ്ത് വന്ന് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.